ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിൽക്കുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പ് കാലിച്ചന്തയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങേണ്ട ഉദ്ദേശം രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശമാണ്. രണ്ടാമത്തത്, ഇന്ന് എൻ്റെ സുഹൃത്തിന് ഒരു പോത്തിന് ഒരു കാലിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എടുക്കുക എന്നുള്ള ആ രണ്ട് ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങളിന്ന് ചട്ടിപ്പറമ്പ് കാലിച്ചന്തയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം എന്ന് വെച്ചാൽ മൂന്ന് കാര്യം എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വേണം. ഒന്ന്, നിങ്ങൾ ഏത് ചന്തയിലാവട്ടെ നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ചന്തയിലേക്ക് എത്താൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പോത്തുകളാണെങ്കിലും കാളകളാണെങ്കിലും പശുക്കളാണെങ്കിലും ഒക്കെ രാവിലെയാണ് കൂടുതലുണ്ടാകുക. അതുകൊണ്ട് രാവിലെ എത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു കന്നിനെ എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെ കൊണ്ടുവരിക. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ കൊണ്ടുവരിക. എല്ലാം ബാർഗൈൻ ചെയ്തിട്ട് തന്നെ എടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, എടുത്ത കന്നിനെ ഒരിക്കലും നടത്തി കൊണ്ടുപോകാതെ വണ്ടിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് കിട്ടില്ല. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെല്ല് ഐക്കനൂടെ അങ്ങോട്ട് അമർത്തിക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെരുന്നാളാണ് വരുന്നത്. ഉദയത്തിന് എല്ലാവർക്കും ഏകദേശം അളവ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് കന്ന് വേണ്ടി വരും അല്ലേ. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ചന്തകളിൽ വന്നിട്ട് നമ്മൾ കന്നെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ കുറച്ച് വില കൂടുതലാണ് കന്നുകൾക്ക്. കാരണം ഒന്നാമത് പുറത്തുനിന്ന് ഇറക്കുമതിയില്ല, രണ്ടാമത് നാട്ടിലെ കന്നുകളാണ് ഈ ചന്തകളിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് നേരത്തെ കന്നെടുക്കാൻ ശ്രമിക്കുക. പെരുന്നാളായി കഴിയുമ്പോൾ വില കൂടും, അതുകൊണ്ട് നേരത്തെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കന്നിന് ആവശ്യക്കാരെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റായിട്ട് എൻ്റെ വീടിൻ്റെ താഴത്ത് നിങ്ങൾ എഴുതി വിടാം. ഞങ്ങൾ അറിയുന്ന കച്ചവടക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.